സംസ്ഥാനത്തെ കുതിച്ചുയരുകയാണ് പനി ബാധിതരുടെ എണ്ണവും. പ്രതിദിന രോഗികളുടെ എണ്ണം 12,703 ആയി. ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ്. 72 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. MG പ്രതീഷ് നൽകും വിശദാംശങ്ങൾ. പ്രതീഷ് 10,000 കടന്നിരുന്നു, ഇപ്പോൾ 12,703 എത്തി എന്നുള്ളതാണ് ഒരു പ്രതിദിന രോഗികളുടെ എണ്ണം. ആശങ്കപ്പെടുത്തുന്നതാണ്. എന്താണ് ആരോഗ്യവകുപ്പ് പറയുന്നത്? ഒപ്പം ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങൾ. ശ്രുതി, ഓരോ ദിവസം കഴിയുന്തോറും പനി ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. തുടർച്ചയായി 10,000-ന് മുകളിൽ പ്രതിദിന പനി ബാധിതർ ഉണ്ടാകുന്നു. ഇന്നലെ മാത്രം 12,703 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. പനിക്കൊപ്പം തന്നെ പകർച്ചവ്യാധികളും പിടിമുറുക്കുകയാണ്. ഇന്നലെ 256 പേരാണ് ഡെങ്കിപ്പനി സംശയിച്ച ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്. ഇതിൽ 72 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 13 പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഡെങ്കിപ്പനി ബാധിച്ച ഒരു മരണം കൂടി ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത്. ഈ വരും ദിവസങ്ങളിലും പനിബാധിതരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുമെന്നതാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് പറയുന്നത്. ഈ പനിക്കൊപ്പം തന്നെ ഈ ജലജന്യ രോഗങ്ങളും പടരുന്നുണ്ട്. നേരത്തെ ഷിഗല്ലയുടെ കാര്യം പറഞ്ഞതാണ്. അതിനൊപ്പം തന്നെ വയറിളക്ക രോഗങ്ങളും സംസ്ഥാനത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നു. 3,500ഓളം പേരാണ് ഇന്നലെ മാത്രം വയറിളക്ക രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായ ഒരു മുൻകരുതൽ ഇക്കാര്യത്തിൽ വേണം എന്നതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. സ്വയം ചികിത്സ ഒഴിവാക്കി ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ വിദഗ്ധ ചികിത്സ തേടണം. ഒപ്പം ഈ മലിനജലം, ഒപ്പം അതുപോലെ വൃത്തിഹീനമായ ഭക്ഷണം ഇതൊന്നും തന്നെ കഴിക്കാതിരിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക എന്നതാണ് ആരോഗ്യവകുപ്പ് പ്രധാനമായും അറിയിച്ചിരിക്കുന്നത്. അടുത്ത 2 ആഴ്ചക്കാലം നിർണായകമാണ്. എന്തായാലും നിലവിലുള്ള ഈ കേസുകൾ കൂടാൻ നിർണായകമാണ്. ജാഗ്രതയോടെ ഇരിക്കുക. വിശദാംശങ്ങളാണ് MG പ്രതീഷ് നൽകിയത്.